ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. സോ നമ്മൾ കാനഡയിൽ വന്നിട്ട് 6 മാസമായി. ഇന്ന് നമ്മുടെ ലൈഫിൽ ഒരു എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിട്ടൊരു കാര്യം നമ്മൾ ചെയ്യാൻ പോവുക. സോ നിങ്ങൾക്ക് തമ്മിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും എന്താണെന്നുള്ള. അതെ, നമ്മൾ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് നമ്മളൊരു കാർ വാങ്ങിക്കാൻ പോയി. അയ്യോ, എനിക്കിങ്ങനെ രോജാമൊക്കെ വരുന്നുണ്ട് ഗൈസ്. അപ്പം ഏത് കാറാണ്, എവിടെ നിന്നാണ് എടുക്കുന്നതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, നമുക്ക് കാർ എടുക്കാൻ പോകും. ഇവിടുത്തെ കുറച്ച് ദൂരമുണ്ട്. സോ നമുക്ക് കാണാം ഗൈസ്. നമ്മൾ വീടൊക്കെ പൂട്ടി ഇറങ്ങി. എന്താ നമ്മുടെ സ്ഥിരം സാരഥി ജഗത്ത് ഇവിടെ ഫോളൊക്കെ ആയി ഗൈസ്. അതുകൊണ്ട് നല്ല ഇലയൊക്കെ പോയി ഇഷ്യായിക്കൊണ്ടിരിക്കുക ഗൈസ്. ഇതാണ് നമ്മുടെ തിന്നത്തെ സാരഥി. അപ്പോൾ നമുക്ക് ഷോറൂമിൽ പോയിട്ട് ഏത് വണ്ടിയാണ് എന്നൊക്കെ കാണിച്ചു തരാം ഗൈസ്. ഓക്കെ. നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്ത് നമ്മളെത്തി. കാണിച്ചു തരാം. കുറച്ച് എക്സൈറ്റഡ് ആണ്. ഇത് തന്നെ നമ്മള് ടൊയോട്ടയാണ് എടുക്കുന്നത്. അയ്യോ, നമ്മുടെ ഫ്രണ്ട്സ് എവിടെയെങ്കിലും കാണും. ഇങ്ങോട്ട് ഒതുക്കിക്കോ. ഞാൻ ചാടൂല, നീ ഡോർ തുറന്നാ മതി. ഓക്കെ, തുറന്ന പയ്യെ തന്നെ. കാർ എടുത്തിട്ട് വരാം ഗൈസ്. ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇത്ര എക്സൈറ്റഡ് ആണ് വണ്ടി എടുക്കാൻ. അമ്മുൻ്റെ ലൈഫിലെയും എൻ്റെ ലൈഫിലെയും ഫസ്റ്റ് കാർ, സ്വന്തമായിട്ടുള്ള കാറാണ്. പിന്നെ മുമ്പ് കാർ ഉണ്ടായിട്ടുണ്ട്, ഇപ്പം അനിയത്തിക്കും അച്ഛനും ഒക്കെ കാർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സ്വന്തമായിട്ടുള്ള എൻ്റെ അമ്മുൻ്റെയും കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതാണ്. അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏത് കാറാണ്, കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. വണ്ടി എടുത്തിട്ട് ചെല്ല്. ഇതാണ് നമ്മുടെ വണ്ടിയെല്ലാം സെറ്റാക്കി തന്ന ആസാദ്. വണ്ടിയൊക്കെ 1 മാസത്തിനകത്ത് പുള്ളി എല്ലാം ക്ലിയർ ചെയ്ത് തന്ന്. ഇനി വണ്ടി എടുക്കുമ്പോൾ ഞാൻ പുള്ളിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അല്ലേ അമ്മോ? വണ്ടിക്കകത്ത് കയറിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ വണ്ടിക്കകത്ത് കയറി ജസ്റ്റ് നമ്മുടെ വണ്ടിക്ക് മറ്റേ റിമോട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫോണിലെ ആപ്പ് വഴി ലോക്ക് അൺലോക്ക്, കാറിൻ്റെ ലൊക്കേഷൻ ആ സെറ്റപ്പൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മാമ നമുക്കിതെല്ലാം സെറ്റ് ചെയ്ത് തന്നെ. നമ്മൾ വീഡിയോ കണ്ടു കാണും. ജഗത്ത് കുറച്ച് ക്ലിപ്സ് എടുത്തിട്ടുണ്ട്. അത് ഇത് എന്തായാലും അറ്റാച്ച് ചെയ്ത് കണ്ടു. ഇനി നമ്മുടെ ഫിനാൻസ് മാനേജറും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോകും. അത് കഴിഞ്ഞാൽ താക്കോല് വാങ്ങിക്കുക, അതിൻ്റെ അടുത്ത് നമ്മുടെ വീട്ടിൽ പോകും. അയ്യോ, ശരിയാണ് ശരി. എൻ്റെ ബാധ്യതകളുടെ ലിസ്റ്റ് ഇനിയിത് നീ വീട്ടണം. ഇവിടെ നമുക്ക് അടുത്ത് ഈ വണ്ടി ഇറക്കാം കേട്ടോ. റാമിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് ഇറക്കാം. എനിക്കിത് ഇഷ്ടപ്പെട്ട വണ്ടിയാണ്. ഇതുള്ള നല്ല വണ്ടിയാണ്. വണ്ടി ഇറക്കാൻ പോയി. ആ ബൈറ്റ് മസ്റ്റാ. കോഫി കുടിക്കാൻ ഓ പ്രിൻസസിന് തുറന്നു കൊടുക്കുന്നു. നീ കൊറേ തുറന്നു കൊടുക്കേണ്ടി വരും നീ.
എക്സൈറ്റഡ് ആണോ? തീർച്ചയായിട്ടും ഭയങ്കര വണ്ടിയൊക്കെ വരുന്നു നോക്കി. ഗൈസ്. അപ്പോൾ നമ്മൾ എടുത്ത വണ്ടി എന്ന് പറയുന്നത് ടൊയോട്ടയുടെ RAV4 ആണ്. XLE വേരിയൻറ്റ് ഹൈബ്രിഡ് 1 ആണ് നമ്മൾ എടുത്തത്. അപ്പം ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ വിൻഡും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത് ഒന്നും അങ്ങനെ ക്ലിയർ ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആസാദ് സ്കാർബ്രോ ടൊയോട്ടയിൽ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത്. പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം. നോർമലി നമ്മുടെ ഈ ഒരു ഹൈബ്രിഡ് വേരിയൻറ്റിന് 6 to 8 months വെയിറ്റിംഗ് പീരീഡാണ്. പക്ഷേ പുള്ളി എനിക്കതൊരു 1 monthിനകം, 1 month ഇല്ല അതിനകം പുള്ളി സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ പുള്ളിയുടെ കോൺടാക്ട് നമ്പർ എന്തായാലും താഴെ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്യാം. മലയാളിയാണ് പുള്ളി. സോ നമുക്ക് കുറച്ചുകൂടെ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എൻ്റെ ചെറിയൊരു ചെറിയൊരു മോട്ടിവേഷണൽ വീഡിയോ കൂടെ കണ്ടിട്ട് വരും നിങ്ങൾ. തുടങ്ങിയ തീക്കനത്തിനകത്ത് പറന്ന് പിടിച്ചത് പടപൊരുതു വന്നെറി പിടിച്ചു കടലിളകി വരുന്നത് പോലെ മരവിച്ചു തുടങ്ങും നെഞ്ചിൻ തടകിൽ മുടി പിടിച്ചതുപോലെ ഭയം അത് മാഞ്ഞു പോകെ ആത്മാവിൻ പഴുതിലൂടെ തളരുകയൊരു ശകലവും ഇനി പതറുകിലൊരു ചുവടിലും തീർ വാർത്തെടുത്തു വെച്ചായുധത്തിന്റെ മൂർച്ചയുടെ വാക്കിലും ഇന്നു 4 ദിക്കിലും ഇരുളിറങ്ങുകെങ്കിലും ഒരു താൻ തുടങ്ങി പരാജിതനിയാവുന്നില്ലൊരിക്കലും. അപ്പം നമ്മളിങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് വീട്ടിലെത്തി. അത് കഴിഞ്ഞതിന് ശേഷം വണ്ടി എടുത്തിട്ട് കുറച്ച് ദിവസമായി. അത് കഴിഞ്ഞ് നമ്മളിവിടെ ബ്രാംപ്ടണിലൊരു ക്ഷേത്രമുണ്ട്, നമ്മുടെ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ ഒരു വിശ്വാസം എന്നുള്ള രീതിയിൽ വണ്ടിയൊക്കെ ഒന്ന് പൂജിച്ച് ഒരു കുട്ടി ഗണപതിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് കണ്ടോ, കുട്ടി ഗണപതിയൊക്കെ വാങ്ങിച്ചു വെച്ചു. ഇനി അടുത്ത ഈ ഒരു ഡാഷ് ക്യാം ഫിക്സ് ചെയ്യണം. അപ്പം അടുത്ത മിക്കവാറും ഒരു ഡാഷ് ക്യാമിൻ്റെ വീഡിയോ ആവാം. അത് കഴിഞ്ഞ് വിൻ്റർ ടയർ മാറണം. കാരണം ഇതിപ്പോൾ നവംബർ എൻ്റെ ആവാറായി, വിൻ്റർ ടൈം സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ അത്യാവശ്യം -3 വരെ -5 വരെയൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ മിക്കവാറും നെക്സ്റ്റ് വീക്ക് തൊട്ട് വിൻ്റർ ആവും. അപ്പോൾ വിൻ്റർ ടയർ മാറണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാണുന്ന വീഡിയോസ് മിക്കതും വിൻ്റർ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. പിന്നെ ഈ ഞാൻ എടുത്ത മോഡലിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്കത് ചെയ്യാം ഗൈസ്. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.